ആഴ്ചക്കാലം നടന്ന സംഭവവികാസങ്ങളുമായി വാരാന്ത്യക്കാഴ്ച. ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളെ ഒരേ സമയം പിടിച്ചുലച്ച മദ്യനയ പരിഷ്കരണങ്ങളും മാസപ്പടി വിവാദത്തിലെ ഇഡിയുടെ നിർണായക നീക്കങ്ങളുമാണ് കേരളം ഉറ്റുനോക്കിയ ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ എക്കാലത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുള്ള ഒന്നാണ് സംസ്ഥാനത്തിന്റെ മദ്യനയം. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള യു.ഡി.എഫ് സർക്കാർ അവതരിപ്പിച്ച 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റ് നിർദ്ദേശങ്ങളാണ് ഇത്തവണ സംസ്ഥാനത്ത് വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനെ തിരികൊളുത്തിയത്. വീര്യം കുറഞ്ഞ മദ്യങ്ങൾക്ക് നികുതി ഇളവ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബജറ്റ് നിർദ്ദേശവും അതിനെ തുടർന്ന് പ്രതിപക്ഷവും ഭരണമുന്നണിയിലെ ചില വിഭാഗങ്ങളും ഉയർത്തിയ അഴിമതി ആരോപണങ്ങളുമാണ് ഈ ആഴ്ചയിലെ സംഭവവികാസങ്ങൾ. സംസ്ഥാനത്തിന്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ആഗോള വിപണിയിലെ ട്രെൻഡുകൾക്ക് അനുസൃതമായി മദ്യമേഖലയെ പരിഷ്കരിക്കുന്നതിനുമായാണ് സർക്കാർ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. നിലവിൽ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് കേരളത്തിൽ 251% എന്ന ഉയർന്ന നിരക്കിലാണ് വിൽപ്പന നികുതി ഈടാക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായി കുറഞ്ഞ വീര്യമുള്ള മദ്യപാനീയങ്ങൾക്കായി 2 പുതിയ നികുതി സ്ലാബുകളാണ് ബജറ്റിൽ വിഭാവനം ചെയ്തത്. 0.5% മുതൽ 10% വരെ മാത്രം മദ്യത്തിന്റെ അളവുള്ള പാനീയങ്ങൾക്ക് 120% നികുതിയും 10% മുതൽ 20% വരെ മദ്യത്തിന്റെ അളവുള്ള പാനീയങ്ങൾക്ക് 175% നികുതിയുമാണ് ബജറ്റിൽ വിഭാവനം ചെയ്തത്. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടേത്, നിങ്ങൾ തർക്കിക്കണ്ട. നിങ്ങളുടെ നയമല്ല ഞങ്ങളുടേത്. ഞങ്ങളുടേത് വ്യത്യസ്തമായ നയവും ഞങ്ങളുടെ വ്യത്യസ്തമായ സമീപനമാണ്. ഇനി ഒരു കാര്യം കൂടി, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാരണം ലിക്കറിന് ടാക്സ് കൂട്ടി, കുറച്ച് ടാക്സ് ഏർപ്പെടുത്തി ബർക്കാടി കമ്പനിയുമായി ഏർപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇത് ചെയ്തത്. എന്തെല്ലാം ആരോപണമാണ്, എത്ര കിട്ടി അല്ലേ? ഞാൻ പറഞ്ഞുതരാം എത്ര കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഈ പരിപാടി തുടങ്ങിയെന്നാണെന്നറിയാമോ? അതായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് മെയ് 20. 6 മാസത്തിനകം ഇപ്പൊ എനിക്കെതിരായിട്ട് പറഞ്ഞ ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയാണ്. ആദ്യത്തെ നോട്ടാണ്, ഗണ്യ കാണുക. അന്നത്തെ എക്സൈസ് മന്ത്രി പറയാണ്, ബർക്കാടി ഇന്ത്യ, SDF ഇൻഡസ്ട്രീസ് എന്നിവ നൽകിയ അപേക്ഷകളും സമാനമായ മറ്റ് അപേക്ഷകളും ഒരുമിപ്പിച്ച് ഗണ്ണികയിൽ പറഞ്ഞതു പ്രകാരം വീര്യം കുറഞ്ഞ മദ്യത്തിന് വ്യക്തമായ നിർവചനം നൽകി വിശദമായ റിപ്പോർട്ട് അടിയന്തരമായി സമർപ്പിക്കുക. ആരാണ് ബർക്കാടി കമ്പനിയായിട്ട് സംസാരിച്ചത്? ആരാ ബർക്കാടി കമ്പനിയായിട്ട് ആദ്യമായി സംസാരിച്ചത്? ഇനി കേട്ടോ. അല്ലല്ല രണ്ടാമത്തെ ബർക്കാടി രണ്ടാമത്തെ ആരോപണം എന്താ? രണ്ടാമത്തെ ആരോപണം എന്ന് പറയുന്നത്, ഈ വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ ഇപ്പോഴും പറഞ്ഞു യുവതലമുറയെ മുഴുവൻ നശിപ്പിച്ചു കളയും, യുവതലമുറ ഇല്ലാതാവും, സ്ത്രീകളും കുട്ടികളും ആവും. 31/3/2022 ആ സർക്കാരിന്റെ മദ്യനയം, അതിലെ ഐറ്റം 25, ഏത് LDF സർക്കാരിന്റെ ഉദയഭാനു കമ്മീഷന്റെ ശുപാർശയിൽ വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കാൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്ത് 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കും. തീരുമാനിച്ചാണ് കേട്ടാ. അതായത് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ ഇറങ്ങിയാൽ അപകടമാണ് എന്ന് പറഞ്ഞ സർക്കാരിന്റെ മദ്യനയം. ഇനി കേട്ടോ, രണ്ടാമത് വന്ന കേട്ടോ, മുഴുവൻ കേക്ക്, ബഹളമൊന്നും ഉണ്ടാക്കണ്ട, മുഴുവൻ കേക്ക്. മൂന്നാമത് അന്നത്തെ എക്സൈസ് മന്ത്രി ഇവിടെ പറഞ്ഞ ഉത്തരം, അസംബ്ലിയിൽ പറഞ്ഞ ഉത്തരം, ബക്കാടി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബക്കാടി, ബ്രീസർ, ബക്കാടി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്നതിന് അനുമതിക്ക് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബക്കാടി ബ്രീസറിൽ 4.8 പ്ലസിൽ 8% ആൽക്കഹോളാണ് അടങ്ങിയിരിക്കുന്നത്. 2022-23 വർഷത്തിലെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകാരം 0.5 മുതൽ 20 വരെയുള്ള ആൽക്കഹോൾ കണ്ടന്റുള്ള മദ്യം വിപണനം നടത്തുന്നതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഫോറിൻ ലിക്കർ റൂൾസിൽ അമെന്റ്മെന്റ് നടത്തി. ഫോറിൻ ലിക്കർ റൂൾസിൽ ചട്ടത്തിൽ അമെന്റ്മെന്റ് നടത്തി. അമെന്റ്മെന്റ് നടത്തി. ഇനി ഞാൻ പറയട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഇനിയുണ്ട് രസകരമായ കാര്യങ്ങളുണ്ട്. അമെന്റ്മെന്റ് നടത്തി. അത് കഴിഞ്ഞിട്ട്
ബക്കാടി ചോദിച്ചു, അത് ബിയറിനും വൈനിനും ഇടയ്ക്കുള്ള ഒരു സംഭവം വേണമെന്ന്. അപ്പോൾ ബിയറിൻ്റെ ടാക്സ് എന്ന് പറയുന്നത് 116 വൈനിൻ്റേത് 86%. ഇതിൻ്റെ ഇടയിലൊരു ടാക്സ്, അതിൻ്റെ നടപടി കൊടുത്തില്ല. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. അല്ല കേക്ക്, ഞാൻ പറഞ്ഞില്ലല്ലോ, കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എല്ലാമായി അതിൻ്റെ നടപടിക്രമങ്ങൾ ഫയലായി. ഇലക്ഷൻ ആയതുകൊണ്ടാണ് കൊടുക്കാറുള്ളത്. ഇനി 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 കേട്ടോ 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 അല്ലല്ല കേൾക്ക്. അല്ല, ഞാൻ ഇത് പറഞ്ഞു തീർന്നിട്ടേ ഇരിക്കുള്ളൂ. ഞാൻ പറഞ്ഞു തീർന്നിട്ടേ അങ്ങക്ക് വഴങ്ങുള്ളൂ. അങ്ങ് പ്രസംഗിക്കണ്ട, ഞാനാണ് പ്രസംഗിക്കുന്നത്. അല്ലല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എൻ്റെ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അടുത്തത് ഈ 86-നും 116-നും ഇടയിൽ വെക്കണമെന്നാണ് പറഞ്ഞത്. നമ്മളെന്താ ചെയ്തത്? നമ്മുടെ മുമ്പിൽ ഈ ഫയൽ വന്നു. ഈ ഫയൽ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് വന്നു. ശരവേഗം തീരുമാനമെടുത്തെന്നാണ്. കേട്ടോ, കേൾക്കണ്ടേ? അതൊക്കെ മറുപടി കേൾക്ക്. അതിങ്ങനെ ഓടിപ്പോയി 7 ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയെന്ന് പറഞ്ഞു. ഇവിടെ ഒരു സർക്കാർ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ ടാക്സ് തീരുമാനിക്കുന്നത് തലയാഴ്ചയാണ്. തലേ ദിവസം രാത്രിയാണ് ഫൈനലൈസ് ചെയ്യുന്നത്, ആണല്ലോ. എന്നിട്ട് രാത്രി 1 മണി കഴിഞ്ഞിട്ടാണ് ടാക്സ് പോർഷൻ പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ശരവേഗത്തിലാണ് പോണത്. കാരണം ഡിസിഷൻ വന്നാൽ ആ ഡിസിഷൻ എല്ലാവരും വേഗത്തിൽ കണ്ടിട്ട് എല്ലാ ടാക്സും തീരുമാനിക്കണം. അങ്ങനെ ധനകാര്യമന്ത്രിയായിരുന്നു, അദ്ദേഹത്തിന് അറിയാം. തീരുമാനിക്കുന്നു ശരവേഗം. അതായത് സാധാരണ ഈ അഴിമതിയിൽ പറയുമല്ലോ, ഭയങ്കര സ്പീഡായിരുന്നു. ഇത് കേരളത്തിലെ ഒരു ടാക്സ് നിശ്ചയിക്കാൻ ഫയല് പോകേണ്ടത് അങ്ങനെ തന്നെയാണ്. വേഗത്തിൽ പോയിട്ടാണ് രാത്രി 12 മണിക്ക് മുമ്പാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്ത് അവർക്ക് കൊടുത്ത് 1 മണിക്കാണ് ഇത് പ്രിന്റിങ്ങിന് പോകണം. ഇനി ഞങ്ങൾ ഇതെന്താ തീരുമാനിക്കുക? മുഴുവൻ പറഞ്ഞിട്ട് നിങ്ങൾ ബഹളം ഉണ്ടായിക്കോ. ഇത് ഞങ്ങൾ എന്താ തീരുമാനിക്കാൻ കാര്യം? അവർ പറഞ്ഞ ഈ 86-നും 116-നും ഇടയിലല്ല നമ്മൾ വെച്ചത്. നമ്മൾ 0.5 തൊട്ട് 10 വരെ 120% വെച്ചു. 10% മുതൽ 20% വരെ 175% വെച്ചത്. 175%. ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ ടാക്സ് പരിശോധിച്ചു. കേരളത്തിലാണ് ഈ വച്ചിരിക്കുന്നതാണ് ഏറ്റവും കൂടിയ ടാക്സ്. ഏറ്റവും കൂടിയ ടാക്സ് കേരളത്തിലാണ്. ഏറ്റവും കൂടിയ ടാക്സ് കേരളത്തിലാണ്. അപ്പോൾ ഇനി ഒരു കാര്യം കൂടി അറിയണം. ഈ ടാക്സ് ഏർപ്പെടുത്തുന്നതിനെ പറ്റിയല്ലേ പറഞ്ഞത്? നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ ധനകാര്യമന്ത്രി, ഇപ്പോഴത്തെ അല്ല, അതിനേക്കാൾ മുമ്പുള്ള ധനകാര്യമന്ത്രി 2018-19 ഒരു ടാക്സ് അവതരിപ്പിച്ചു. പുതിയ ടാക്സ്. എന്തിനാണെന്നറിയോ? ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ. അതായത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന സാധനം. മറ്റത് വിദേശത്ത് നിർമ്മിച്ച് ഇവിടെ വിൽക്കുന്ന സാധനം. എടാ, അതിൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് എത്രയെന്നറിയോ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, വൈന് 86, ബിയറിന് 116. ഇതിൻ്റെ ആൽക്കഹോളിക് കണ്ടന്റ് എന്ന് പറയുന്നത് 40% മുതൽ 60% വരെയാണ്. 60% വരെ. 40% മുതൽ 60% വരെ. ഹൈ. നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം. 2018-19 അന്ന് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 210% ടാക്സ് ആയിരുന്നപ്പോൾ ഇവരുടെ ഗവൺമെന്റ്, അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രി, കൊണ്ടുവന്ന ടാക്സ് എത്രയാണ്? 78%. 78%. എന്നിട്ട് 2022-23 ഇപ്പോൾ 251% വരെ ഉണ്ട് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്. അപ്പോൾ ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ടാക്സ് എത്രയെന്നറിയോ? 115%. ബിയറിനേക്കാൾ താഴെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ ഈ 78 കൊടുത്തത്? ആണോ? അതാണ് ചോദ്യം. ജോണി വാക്കറിന്റെ നിന്നും ഷീവാസ് റീഗലിന്റെ നിന്നും കൈ നീട്ടി വാങ്ങിച്ചിട്ടാണോ 78%, 60% വരെ ആൽക്കഹോളിക് കണ്ടന്റ് ഉള്ള സാധനം മേടിച്ചത്? അത്രയേ ഉള്ളൂ. ഞാൻ ഇനി പറയാം ഞങ്ങൾ എന്താന്ന് പറയാം. ഞങ്ങൾ അല്ലല്ല, ഞാൻ തീർന്നിട്ടില്ല, ഞാൻ തീർന്നിട്ട് പറയാം. ഒരു പുതിയ കാറ്റഗറി വീര്യം കുറഞ്ഞ മദ്യം എന്ന് നിശ്ചയിച്ച് നിങ്ങളാണ്. ഗവൺമെന്റ് കണ്ടിന്യൂഷൻ ആണല്ലോ. ഞങ്ങളുടെ മുമ്പിൽ വീര്യം കുറഞ്ഞ മദ്യമുണ്ട്. ഞങ്ങൾ അതിനൊരു ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. അതാണ് ടാക്സ് റേറ്റ്. 120% മുതൽ 120-175 2 ടാക്സ് റേറ്റ് നിശ്ചയിച്ചു. ഞങ്ങൾ മദ്യനയം തീരുമാനിക്കേണ്ടത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. UDF ആണ്. UDF ഞങ്ങൾ എല്ലാവരുമായിട്ട് സംസാരിക്കും. ഞങ്ങളൊരു ഡ്രാഫ്റ്റ് രൂപപ്പെടുത്തും. ആ ഡ്രാഫ്റ്റ് എല്ലാ കക്ഷികളും സംസാരിക്കും. ഞങ്ങളൊരു തീരുമാനം എടുക്കും.
ഞങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങളെ പോലെ മദ്യനയത്തിന്റെ ഭാഗമാക്കി വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണം എന്ന് UDF പോളിസി വന്നാൽ ഇതായിരിക്കും ടാക്സ്. ഇനി UDF തീരുമാനിക്കുകയാണ് വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ വിൽക്കണ്ട, അത് വിൽക്കില്ല. അത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അതായത് ഈ പാർട്ടിയിൽ ആലോചിച്ചില്ല, ഇങ്ങനെയൊക്കെ കുറെ പറഞ്ഞല്ലോ അവിടെ ആലോചിച്ചില്ല. ഒരു ഡിപ്പാർട്ട്മെന്റും ധനകാര്യമന്ത്രിക്ക് അറിയാം, ടാക്സ് തീരുമാനിക്കുന്നതിന് മുമ്പ് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സംസാരിക്കുമോ? അവരുടെ പ്രപ്പോസൽ മേടിക്കും, അവരുമായിട്ട് സംസാരിക്കില്ല അല്ലേ? ഞാൻ ഈ ലിജു എൻ്റെ മുറിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കും എന്ന് പത്രവാർത്ത കണ്ടിട്ട് ഞാൻ ലിജുവിനോട് ചോദിച്ചിട്ട് നീ വരുന്നില്ലേ? നീ എന്ന് വെച്ചാൽ അവൻ എൻ്റെ അനുജനാണ്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. പാവം പറയാം 2-3 കാര്യം പറയാനുണ്ടായിരുന്നു. ഈ വാർത്ത വന്ന കാരണം എനിക്ക് അങ്ങോട്ടും വരാൻ പറ്റുന്നതാണ്. ഇതാണ് സ്ഥിതി അല്ലേ? ഇതാണ് സ്ഥിതി. ഇനി ഈ ഞങ്ങൾ ദൈനംദിന അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് ബജറ്റ് നിർദ്ദേശം പുറത്തുവന്നയുടൻ തന്നെ ശക്തമായ പ്രതിഷേധവുമായി LDF നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം രംഗത്തെത്തി. സ്വകാര്യ മദ്യക്കമ്പനികളെ വഴിവിട്ട് സഹായിക്കാനാണ് സർക്കാർ നികുതി കുറച്ചതെന്നും ഇതിന് പിന്നിൽ കോടികളുടെ അഴിമതിയും കോഴ ഇടപാടുകളും നടന്നിട്ടുണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു. സംസ്ഥാനത്തിന്റെ മദ്യവർജന നയങ്ങളെ അട്ടിമറിക്കുന്നതാണ് ഈ തീരുമാനമെന്നും അവർ വാദിച്ചു. പ്രതിപക്ഷത്തിനു പുറമെ ഭരണമുന്നണിയായ UDF-നുള്ളിൽ നിന്നും ഈ തീരുമാനത്തിനെതിരെ കടുത്ത സ്വരങ്ങൾ ഉയർന്നുവന്നു. KPCC മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VM സുധീരനെ പോലുള്ളവർ പരസ്യമായി സർക്കാരിന്റെ നയത്തെ തള്ളിപ്പറഞ്ഞു. മുന്നണിയിലെ മറ്റ് പ്രമുഖ ഘടകകക്ഷികളും അതൃപ്തി രേഖപ്പെടുത്തിയതോടെ സർക്കാർ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലായി. മദ്യവ്യാപനത്തോടുള്ള എതിർപ്പ് സംബന്ധിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങളെക്കുറിച്ച് ഇനി UDF വിശദമായി ചർച്ച ചെയ്യും. അതിനുശേഷം ഉചിതമായ മദ്യനയം കൊണ്ടുവരുമെന്നാണ്. ശരിക്കും പറഞ്ഞാൽ നിയമസഭയിൽ ഈ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതേ സംബന്ധിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമായിട്ടുള്ളത്. കാരണം അങ്ങനെ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ ഒഴിവാക്കാനും കഴിയുമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ. അപ്പം അതുകൊണ്ട് വിശദമായ ചർച്ച നടത്തി നയം രൂപീകരിച്ചതിന് ശേഷം ഏതെങ്കിലും പശ്ചാത്തലത്തിൽ മദ്യവ്യാപനത്തിന് സാധ്യത കൊടുക്കുന്ന ആ കാര്യം ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സമഗ്രമായ മദ്യനയം രൂപം കൊടുത്തിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ കഴിഞ്ഞ 1-ാം തീയതി 1/6/2026 മദ്യനയം സംബന്ധിച്ച് ബന്ധപ്പെട്ട മദ്യവിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ചർച്ച നടത്തണം, നല്ലൊരു ചർച്ച നടത്തി ആ വികാരമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മദ്യവ്യാപനം അതിനെതിരെയുള്ള പ്രഖ്യാപിത നയം യാഥാർത്ഥ്യമാക്കണം എന്നെല്ലാം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു, മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. എക്സൈസ് മന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തിയിരുന്നു. അത് സംബന്ധിച്ച് കത്ത് കൊടുത്തിരുന്നു. പക്ഷേ ബജറ്റ് തിരക്കാണ് എന്നുള്ള രീതിയിലായിരിക്കണം പിന്നെ അത് നീണ്ടുപോയത്. പക്ഷെ അത് നീണ്ടുപോയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ബജറ്റ് പ്രപ്പോസൽ വയ്ക്കുമ്പോൾ ഈ മദ്യവ്യാപനത്തിന് അവസരമൊരുക്കുന്ന ഒരു തീരുമാനം പോലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇത്രയേറെ വിവാദപരമായ തീരുമാനം എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ കേരളത്തിലെ സാമൂഹ്യ രംഗത്തുള്ള രാഷ്ട്രീയ രംഗത്തുള്ള ചില ഒറ്റപ്പെട്ട ശക്തികളൊഴികെ ബാക്കി വ്യാപകമായി ഈ ബജറ്റ് പ്രപ്പോസലിനെതിരെ രംഗത്ത് വരികയുണ്ടായി. നിയമസഭയിൽ ഉയർന്നുവന്ന അഴിമതി ആരോപണങ്ങളെ മുഖ്യമന്ത്രി VD സതീശൻ ശക്തമായി നിഷേധിച്ചു. കുറഞ്ഞ വീര്യമുള്ള മദ്യപാനീയങ്ങൾക്കായി ഒരു പ്രത്യേക വിഭാഗം രൂപീകരിക്കുന്നതിനും അതിനായുള്ള പ്രാഥമിക നിയമനിർമ്മാണ ചർച്ചകൾക്കും തുടക്കമിട്ടത് 2021 കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണെന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കഴിഞ്ഞ സർക്കാർ തുടങ്ങിവെച്ച ഒരു പ്രക്രിയയ്ക്ക് നികുതി ഘടന നിശ്ചയിക്കുക മാത്രമാണ് ഈ ബജറ്റിൽ ചെയ്തതെന്നും അതിനാൽ അഴിമതി ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണപ്രതിപക്ഷ ഭേദമന്യേ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ സർക്കാർ താൽക്കാലികമായി ഈ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ബജറ്റിൽ നികുതി നിരക്കുകൾ നിർദ്ദേശിച്ചു എന്നതുകൊണ്ട് മാത്രം ഇത് ഉടനടി നടപ്പിലാക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുന്നണിയിലെ ഘടകകക്ഷികളുമായും മറ്റ് മുതിർന്ന നേതാക്കളുമായും വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പൂർണ്ണമായ രാഷ്ട്രീയ സമവായം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇത്തരം മദ്യങ്ങളുടെ ഉൽപാദനവും വിപണനവുമായി മുന്നോട്ടു പോകൂ എന്നും സർക്കാർ പ്രഖ്യാപിച്ചു. അതേസമയം മുഖ്യമന്ത്രി VD സതീശൻ സ്വീകരിച്ച നിലപാടിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്ത് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി. മദ്യനയത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുക്കാതെ വിശദമായ ചർച്ചകൾക്ക് ശേഷം മാത്രം മുന്നോട്ടു പോകാമെന്ന മുഖ്യമന്ത്രിയുടെ തീരുമാനം
തികച്ചും സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പൊതുസമൂഹത്തിൽ നിന്നുയർന്ന വികാരങ്ങളെ മാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അത് വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി നീക്കിവെച്ചത് വളരെ ഭാവാത്മകമായൊരു തീരുമാനമാണ്. അതിൻ്റെ പുകമറയിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നിലപാടുകളെ തള്ളിപ്പറയാനും മുഖ്യമന്ത്രി എടുത്ത ആർജവത്വം അഥവാ ധീരത അത് തികച്ചും അഭിനന്ദനാർഹമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി.ഡി. സതീശനോട് ഞങ്ങൾക്കുള്ള ആദരവും ഈ കാര്യത്തിലുള്ള നന്ദിയും ഹൃദയപൂർവ്വം അറിയിക്കും. മദ്യത്തിന് അനുകൂലമായ ഒരു നിലപാടും ഈ പൊതുസമൂഹം സ്വീകരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കേരള രാഷ്ട്രീയത്തെയും നിയമവൃത്തങ്ങളെയും ഒരുപോലെ പിടിച്ചുലച്ച ഒന്നാണ് മാസപ്പടി വിവാദം. എന്നാൽ സമീപകാലത്ത് ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന നിർണായക നീക്കങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ അഭൂതപൂർവമായ ഒരു വഴിത്തിരിവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വെറുമൊരു സാമ്പത്തിക ഇടപാട് എന്നതിനപ്പുറം ഈ കേസിലെ അന്വേഷണ നിഴൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും LDF സർക്കാരിന്റെ പ്രമുഖരിലേക്കും നീളുന്നു എന്നതാണ് നിലവിലെ ഏറ്റവും വലിയ സവിശേഷത. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ മണിക്കൂറുകളോളം നീണ്ട സുദീർഘമായ ചോദ്യം ചെയ്യലിനെ വിധേയമാക്കിയതും ഇതിലൂടെ ഇഡിക്ക് ലഭിച്ച പുതിയ ഡിജിറ്റൽ രേഖാമൂലമുള്ള തെളിവുകളുമാണ് കേസിന് പുതിയൊരു മാനം നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ നിരകളിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിനെ വഴിവെച്ച വരും ദിവസങ്ങളിൽ സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കാവുന്ന മാസപ്പടി കേസിലെ ED നീക്കങ്ങളുടെ ആഴവും അതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും നമുക്ക് വിശദമായി പരിശോധിക്കാം. SFI കുറ്റപത്രത്തിന്റെ 134 അനുബന്ധ രേഖകൾ EDക്ക് ലഭ്യമായതിന് പിന്നാലെയാണ് വീണ വിജയനെ കൊച്ചിയിലെ ED ഓഫീസിൽ രണ്ടാമതും വിളിച്ചു വരുത്തിയത്. ഈ മാസം 29-ന് ഹാജരാകാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിലും നിർണായക രേഖകൾ ലഭിച്ച സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് അവർ നേരത്തെ ഹാജരാവുകയായിരുന്നു. ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിനൊപ്പം രാവിലെ 9:30 എത്തിയ വീണയുടെ ചോദ്യം ചെയ്യൽ 10 മണിക്കൂറോളം നീണ്ടുനിന്നു. കരിമണൽ കമ്പനിയും വീണയുമായി നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളുടെ സുപ്രധാന വിവരങ്ങൾ അടങ്ങിയതാണ് പുതിയതായി ലഭിച്ച SFIO രേഖകൾ. കരിമണൽ കമ്പനിയും എക്സാലോജിക് കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്ക് അപ്പുറത്തേക്ക് EDയുടെ അന്വേഷണം വ്യാപിക്കുന്നതാണ് ഈ വാരത്തിൽ കണ്ടത്. വീണയ്ക്ക് ലഭിച്ച മാസപ്പടിക്ക് പിന്നിൽ ഒന്നാം LDF സർക്കാരിന്റെ കാലത്ത് CMRLന് ലഭിച്ച വഴിവിട്ട സഹായങ്ങളാണെന്ന നിഗമനത്തിലാണ് ED. കരാറിൽ അസ്വാഭാവികതയുണ്ടെന്നും അഴിമതി നടന്നിട്ടുണ്ടെന്നും അന്വേഷണ സംഘം വിലയിരുത്തുന്നു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ CMRLുമായി ബന്ധമുണ്ടോ എന്നതിലും സുപ്രധാന പദവിയിലിരിക്കെ അദ്ദേഹം കമ്പനിയെ സഹായിച്ചോ എന്നതിലും ED വ്യക്തത തേടിയിട്ടുണ്ട്. കരാർ ലഭിച്ചതിൽ അസ്വാഭാവികതയില്ലെന്നാണ് വീണയുടെ നിലപാടെങ്കിലും അന്വേഷണ സംഘം ഈ മൊഴി മുഖവിലക്കെടുത്തിട്ടില്ല. എക്സാലോജിക് കമ്പനി നൽകിയ സേവനങ്ങൾ, CMRLൽ നിന്ന് ലഭിച്ച പണത്തിന്റെ വിനിയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ ആദ്യഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സേവനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ വീണയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഇതിന്റെ തുടർച്ചയായി വീണയുടെ HDFC ബാങ്കിലെ ലോക്കറടക്കം ED തുറന്നു പരിശോധിക്കുകയുണ്ടായി. ഇതിനിടെ കേസിൽ CMRL അധികൃതരുടെ ആദ്യഘട്ട ചോദ്യം ചെയ്യലും പൂർത്തിയായിട്ടുണ്ട്. മൊഴിയിലെ അവ്യക്തതകളും പുതിയ രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലുകളും കണക്കിലെടുത്ത് വീണയെ വീണ്ടും വിളിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ചോദ്യം ചെയ്യലിന്റെ 3ാം ഘട്ടം അടുത്തയാഴ്ച തന്നെ ഉണ്ടാകുമെന്നാണ് നിലവിലെ സൂചന. ഇതോടെ വാരാന്ത്യ കാഴ്ച പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.